നമസ്കാരം. എല്ലാവർക്കും PSC ഈസി സക്സസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ റിവേഴ്സ് ഓഫ് ഇന്ത്യ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ. നീളം കൂടിയ നദി ഗംഗാ നദിയാണ്. ഗംഗാ നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ ഒരു പിക്ചർ കൊടുത്തേക്കുന്ന ഗംഗാ നദി ഒഴുകുന്നത് ആ ഒരു ഭാഗം ഇന്ത്യയുടെ മാപ്പിൽ വരുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ പിക്ചറിൽ നിന്ന് കാണുന്നത്. ഈ ഗംഗാ നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി. സെക്കൻഡ് ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ. ഗോദാവരി. ഗോദാവരി നദിയാണ് ഗംഗയ്ക്ക് ശേഷം നീളത്തിന്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്ത് വരുന്നത് ഗോദാവരിയാണ്. അപ്പോൾ ഗോദാവരി നദി വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. നമുക്കത് പിക്ചറിൽ കാണാം. ഗോദാവരി നദി. ഗോദാവരി നദി സൗത്തിലേക്കാണ്, അതേസമയം ഗംഗ നോർത്ത് ഭാഗത്താണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഗോദാവരി നദിയുടെ ഉത്ഭവസ്ഥാനം. ഗോദാവരി നദി എവിടെ നിന്നാണ് അത് ആരംഭിക്കുന്നത്? അതിന്റെ സോഴ്സ് ഓഫ് ഒറിജിൻ. ത്രയംബക് ഇൻ നാസിക് ഡിസ്ട്രിക്ട്, മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര സംസ്ഥാനത്തെ നാസിക് എന്ന ജില്ലയിലെ ത്രയംബക്, അവിടെ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്. ഗോദാവരി നദിയുടെ ഉത്ഭവസ്ഥാനം. അപ്പോൾ അത് നമുക്ക് ഈ പിക്ചറിൽ ഏകദേശം ഈ നദി ഏത് ഭാഗത്തൂടെയാണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. ത്രയംബക് എന്ന് പറഞ്ഞ് നാസിക് ഡിസ്ട്രിക്ട്, മഹാരാഷ്ട്രയിലെ നാസിക് ഡിസ്ട്രിക്ട്, അവിടെ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്. അത് ഒഴുകി ബംഗാൾ ഉൾക്കടലിലേക്ക് ചെന്ന് ലയിക്കുന്നു. അപ്പോൾ ഗോദാവരി നീളത്തിൽ രണ്ടാം സ്ഥാനമാണ്. അതിന്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്ന നാസിക് ജില്ലയിലെ ത്രയംബക്, മഹാരാഷ്ട്ര സംസ്ഥാനത്തെ നാസിക് ജില്ലയിലെ ത്രയംബക്. അവിടെ നിന്ന് ഉത്ഭവിച്ച് ഒഴുകി ബേ ഓഫ് ബംഗാൾ, അതായത് ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ലയിക്കുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഗോദാവരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം. ഗോദാവരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് രാജമുന്ദ്രി. രാജമുന്ദ്രി ഇവിടെ പിക്ചറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. രാജമുന്ദ്രി അത് ആന്ധ്രാപ്രദേശിലാണ് വരുന്നത്. രാജമുന്ദ്രിയാണ് ഗോദാവരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം. ഫിഫ്ത് ക്വസ്റ്റ്യൻ, നാഗാർജുന സാഗർ ഡാം ഏത് നദിയിൽ ആണ്? നാഗാർജുന സാഗർ ഡാം കൃഷ്ണ നദിയിലാണ്. അപ്പോൾ നമ്മൾ ഇത് ധാരാളം പരീക്ഷകളിൽ കണ്ടിട്ടുള്ള ചോദ്യമാണ്. നാഗാർജുന സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിൽ ആണ്. അപ്പോൾ ഈ പിക്ചേഴ്സ്, ഈ നദികളുടെ ഇന്ത്യയുടെ മാപ്പിൽ അതിന്റെ സ്ഥാനം ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു പിക്ചർ സൈഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. സിക്സ് ക്വസ്റ്റ്യൻ, ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഗോദാവരിയാണ് ദക്ഷിണ ഗംഗ എന്ന് അറിയപ്പെടുന്നത്. സെവൻത് ക്വസ്റ്റ്യൻ, പടിഞ്ഞാറ് ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഇന്ത്യൻ നദി. അത് പടിഞ്ഞാറേക്ക് ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഇന്ത്യൻ നദിയാണ് നർമ്മദ നദി. നർമ്മദ നദിയെ പറ്റി നമ്മൾ മുമ്പും പല ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. നർമ്മദ നദി എന്ന് പറയുമ്പോൾ ഇന്ത്യയെ തന്നെ രണ്ടായി വിഭജിക്കുന്ന നദി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ എന്ന രീതിയിൽ ഇന്ത്യയെ തന്നെ രണ്ടായി വിഭജിക്കുന്ന നദി. നമുക്ക് പിക്ചറിൽ കാണാം. അത് നടുക്കൂടെ, ഏകദേശം മധ്യഭാഗത്ത് കൂടെയാണ് അത് ഒഴുകുന്നത്. അത് പടിഞ്ഞാറോട്ടേക്കാണ് ഒഴുകുന്നത്. പടിഞ്ഞാറോട്ടേക്ക് ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയും കൂടിയാണ് നർമ്മദ നദി. ക്വസ്റ്റ്യൻ നമ്പർ 8, മാൽവ പീഠഭൂമിയെയും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദി. അപ്പോൾ നമുക്ക് ഈ മാൽവ പീഠഭൂമി, അതായത് മാൽവ പ്ലാറ്റോ, അതുപോലെ ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റോ, ഇതൊക്കെ എവിടെയാണെന്ന് നമുക്കൊരു ഐഡിയ വേണം. അതിനെ വേർതിരിക്കുന്ന നദി ഏതാണെന്ന് നമുക്ക് നോക്കാം. നർമ്മദ നദി തന്നെയാണ് മാൽവ പ്ലാറ്റോയെയും ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റോയെയും വേർതിരിക്കുന്ന നദി. അപ്പോൾ നർമ്മദ നദിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. അത് ഇന്ത്യയെ തന്നെ രണ്ടായി വിഭജിക്കുന്ന, നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ എന്ന രീതിയിൽ ഇന്ത്യയെ തന്നെ രണ്ടായി വിഭജിക്കുന്ന നദിയാണ് നർമ്മദ നദി. അതുപോലെ തന്നെ അത് പടിഞ്ഞാറോട്ടേക്ക് ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദിയുമാണ്. ഇനി അതുപോലെ തന്നെ മാൽവ പ്ലാറ്റോയെയും ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റോയെയും
വേർതിരിക്കുന്നതും നർമ്മദ നദിയാണ്. നർമ്മദ നദിക്കും താപ്തി നദിക്കും ഇടയിൽ ഉള്ള പർവ്വതനിര. നർമ്മദ നദിക്കും താപ്തി നദി ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഒരു പർവ്വതനിരയുണ്ട്. ഏതാണ് അത് സത്പുര. അത് നമുക്ക് ആ പിക്ചർ നോക്കിയാൽ മാത്രമേ ഇതുപോലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ പിക്ചറിൽ നോക്കിയാൽ മനസ്സിലാവും. വിന്ധ്യ പർവ്വതനിരയാണ് ഇവിടെ ബ്രൗൺ കളറിൽ നടുക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. വിന്ധ്യ പർവ്വതനിരയുടെ തൊട്ട് താഴെ കൂടെ ഒഴുകുന്ന ഒരു നീല നിറത്തിൽ കാണുന്നതാണ് നർമ്മദ നദി. അതിന്റെ തൊട്ട് താഴെ വീണ്ടും വരുന്നത് സത്പുര റേഞ്ചാണ്, സത്പുര പർവ്വതനിര. അപ്പോൾ ഇവിടുത്തെ ചോദ്യം നർമ്മദ നദിക്കും താപ്തി നദിക്കും ഇടയിലുള്ള പർവ്വതനിരയാണ്. അപ്പോൾ ഈ സത്പുരയുടെ താഴെ വീണ്ടും ഒരു നീല കാണാം, അതാണ് താപ്തി നദി. അപ്പോൾ നർമ്മദ നദിക്കും താപ്തി നദിക്കും ഇടയിൽ വരുന്ന പർവ്വതനിരയാണ് സത്പുര. നമ്മൾ സ്കൂളിൽ വിന്ധ്യ സത്പുര എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടാണ്. വിന്ധ്യയാണ് ഏറ്റവും മുകളിലായിട്ടുള്ളത്, അതായത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും നോർത്ത് ഭാഗത്തേക്കായിട്ട് വരുന്നത് വിന്ധ്യയുടെ തൊട്ട് താഴെയാണ് നർമ്മദ നദി. നർമ്മദ നദിയാണ് ഇന്ത്യയെ തന്നെ രണ്ടായി വിഭജിക്കുന്നത്. നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു നദിയാണ്. വിഭജിക്കുന്ന നദി എന്ന് പറയാൻ പറ്റുന്നത് നർമ്മദ നദിയാണ്. അതുപോലെ ഇന്ത്യയെ തന്നെ രണ്ടായി നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ എന്ന രീതിയിൽ തിരിക്കുന്ന പർവ്വതനിര എന്ന് ചോദിച്ചാൽ അത് വിന്ധ്യ പർവ്വതനിരയാണ്. വിന്ധ്യ പർവ്വതനിര, അതിന്റെ തൊട്ട് താഴേക്കാണ് നമുക്ക് നർമ്മദ നദി, അത് പടിഞ്ഞാറോട്ടേക്ക് ഒഴുകുന്നു. അതിന്റെ തൊട്ട് താഴെ സത്പുര പർവ്വതനിര, അതിന്റെ താഴെയായിട്ട് നമുക്ക് ഈ മാപ്പിൽ കാണാം താപ്തി നദിയാണ് അതിന്റെ തൊട്ട് താഴെയുള്ളത്. അപ്പൊ നർമ്മദ നദിക്കും അതുപോലെ തന്നെ താപ്തി നദിക്കും ഇടയിൽ ഉള്ള പർവ്വതനിരയാണ് സത്പുര. ഇനി നമുക്ക് ഇവിടെ കാണാം ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റോ ഒക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാൽവ പ്ലാറ്റോ, അത് ഞാൻ അടുത്തൊരു പിക്ചറിൽ കാണിക്കാം. മാൽവ പ്ലാറ്റോയെയും ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റോയെയും വേർതിരിക്കുന്നത് ഈ നർമ്മദ നദി ഒഴുകിപ്പോകുന്ന അവിടെ അതിന്റെ രണ്ട് ഭാഗത്തായിട്ടാണ് മാൽവ പ്ലാറ്റോയും ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റോയും വരുന്നത്. അപ്പോൾ ഇവിടെ ഈ റൈറ്റ് സൈഡിലായിട്ടുള്ള പിക്ചറിൽ കൊടുത്തിട്ടുള്ള നർമ്മദയും അതുപോലെ താപ്തിയും മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, സർദാർ സരോവർ പ്രോജക്ട് ഏത് നദിയിലാണ്? സർദാർ സരോവർ പ്രോജക്ട് നർമ്മദ നദിയിൽ ആണ്. അപ്പോൾ അതും നർമ്മദ നദിയെ കുറിച്ച് തന്നെയാണ് വരുന്നത്. സർദാർ സരോവർ പ്രോജക്റ്റും നർമ്മദ നദിയിൽ ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ നദി എന്ന് പറയുന്നത് ഗംഗാ നദി. നീളത്തിൽ ഏറ്റവും കൂടിയ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന നദി ഇന്ത്യൻ നദിയാണ് ഗംഗാ നദി. അതാണ് ഇന്ത്യയുടെ ദേശീയ നദി. ക്വസ്റ്റ്യൻ നമ്പർ 12, ഗംഗ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം. ഗംഗാ നദിയാണ് ഇന്ത്യയുടെ ദേശീയ നദി എന്ന് പ്രഖ്യാപിക്കപ്പെട്ട വർഷം 2008. 2008ലാണ് ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. 14th ക്വസ്റ്റ്യൻ, വൃദ്ധഗംഗ എന്ന് അറിയപ്പെടുന്ന നദിയാണ് ഗോദാവരി. അപ്പോൾ നമ്മൾ ഇന്ന് പ്രധാനമായും ഗംഗയും ഗോദാവരിയും പിന്നെ അതുപോലെ നർമ്മദ നദിയെയും പറ്റിയാണ് ഈ ചോദ്യങ്ങളിൽ കൂടെ നമ്മൾ പഠിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 15, ദാമോദർ നദി ഏത് പീഠഭൂമിയിൽ കൂടെ ഒഴുകുന്നു? ദാമോദർ നദി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ കൂടെയാണ് ഒഴുകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയും ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റോയെ കാണാം. അതുപോലെ ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റോ, അതിന്റെ ഇവിടെ മാൽവ പ്ലാറ്റോ മാർക്ക് ചെയ്തിട്ടില്ല, അതിന്റെ ഒരു പിക്ചർ ഇനി ഇതിനെക്കുറിച്ച് റിവേഴ്സിനെ കുറിച്ചുള്ള ചോദ്യത്തിൽ വരുമ്പോൾ അത് ഉൾപ്പെടുത്താം. മാൽവ പ്ലാറ്റോയും ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റോയും വേർതിരിക്കുന്നത് നർമ്മദ നദി തന്നെയാണ്. അപ്പോൾ ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റോ, ദാമോദർ നദി ഏത് പീഠഭൂമിയിൽ കൂടെയാണ് ഒഴുകുന്നത്? ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റോ. അതാണ് ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റോ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഈസ്റ്റിലോട്ടേക്കായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി ഒന്ന് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി? ആൻസർ ഗംഗ. ഇന്ത്യയിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി? ആൻസർ ഗോദാവരി. തേർഡ് ക്വസ്റ്റ്യൻ,
ഗോദാവരി നദിയുടെ ഉത്ഭവസ്ഥാനം? ത്രയംബക് ഇൻ നാസിക് ഡിസ്ട്രിക്ട്, മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ നാസിക് ജില്ലയിലെ ത്രയംബക്, അതാണ് ഗോദാവരി നദിയുടെ ഉത്ഭവസ്ഥാനം. ഗോദാവരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം? രാജമുന്ദ്രി. നാഗാർജുന സാഗർ ഡാം ഏത് നദിയിൽ ആണ് ഉള്ളത്? കൃഷ്ണ നദി. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി? ഗോദാവരി. പടിഞ്ഞാറ് ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ ഇന്ത്യൻ നദി? നർമ്മദ. മാൽവ പീഠഭൂമിയെയും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെയും വേർതിരിക്കുന്ന നദി? നർമ്മദ നദി. നർമ്മദ നദിക്കും താപ്തി നദിക്കും ഇടയിൽ ഉള്ള പർവ്വതനിര? സത്പുര. അപ്പോൾ ഈ പിക്ചർ ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക. ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടെ വരുന്ന വിന്ധ്യ പർവ്വതനിര, അതിന്റെ താഴെയായി നർമ്മദ നദി, അതിന്റെയും താഴെ സത്പുര പർവ്വതനിര, അതിന്റെയും താഴെ താപ്തി നദി. നർമ്മദ നദിക്കും താപ്തി നദിക്കും ഇടയിൽ വരുന്ന പർവ്വതനിരയാണ് സത്പുര. സർദാർ സരോവർ പ്രോജക്ട് ഏത് നദിയിൽ ആണ്? നർമ്മദ നദി. ഇന്ത്യയുടെ ദേശീയ നദി? ഗംഗ. ഗംഗ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം? 2008. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി? ഗോദാവരി. ദാമോദർ നദി ഏത് പീഠഭൂമിയിൽ കൂടെ ഒഴുകുന്നു? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്ന ഉടൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് വഴി അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്